ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് കറണ്ട് അഫയേഴ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മെയ് 24 നടക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷന് മുൻപായിട്ട് നമ്മൾ ഒരു 20 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൻ്റെ ടോപ്പിക് 8ാമത്തെ ടോപ്പിക്കാണ് ഇപ്പം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ടോപ്പിക് 1 മുതൽ ഈ 8 വരെയുള്ളതിൻ്റെ ലിങ്ക് അവിടെയുണ്ട്. സോ വേണ്ടവർക്ക് അങ്ങനെ കാണാം. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സുകൾ ഇടുന്നത് ഈ ചാനലിലും അതുപോലെ തന്നെ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ 2 ചാനലുണ്ടല്ലോ. നമുക്ക് ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് ഉണ്ട്, ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് 2.0 ഉണ്ട്. സോ 2 ചാനലുകളിലുമായിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള എല്ലാ ക്ലാസ്സുകളും വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുത്താൽ ടോപ്പിക് 1 മുതൽ ടോപ്പിക് 8 വരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഭാരതരത്നം. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ അല്ലേ പരമോന്നത പുരസ്കാരം അതിലും നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, ഇന്ത്യയിലെ സിവിലിയൻ ബഹുമതി, പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് എന്ന് പറയുന്നത് ഭാരതരത്ന പുരസ്കാരം എന്ന് പറയുന്നത്. കല, സാഹിത്യം, ശാസ്ത്രം, കായികം, പൊതുജന സേവനം എന്നിങ്ങനെയുള്ള മേഖലകളിലെ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചവർക്ക് നൽകുന്ന ഒരു പരമോന്നത സിവിലിയൻ പുരസ്കാരമാണ് ഇതെന്ന് പറയുന്നത് ഭാരതരത്ന പുരസ്കാരം. അതിൻ്റെ മുൻകാല ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഏറ്റവും അവസാനമായിട്ട് അല്ലേ ഭാരതരത്ന പുരസ്കാരം കിട്ടിയിരിക്കുന്ന ആർക്കൊക്കെയാണ്? MS സ്വാമിനാഥൻ, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, കർപ്പൂരി താക്കൂർ, അതുപോലെ തന്നെ LK അദ്വാനി അല്ലേ. ഇത്രയും പേർക്കാണ് എന്ത് കിട്ടിയത്? ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. ഓർത്തു വയ്ക്കുക, MS സ്വാമിനാഥൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അദ്ദേഹം ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ അല്ലേ. അതായത് അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ വികസിപ്പിച്ചെടുത്ത് പഞ്ചാബിൽ 100 മേനി കൊയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് MS സ്വാമിനാഥൻ. ഭാരതരത്നം കൂടാതെ ധാരാളം അവാർഡ്സ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, കാരണം ഞാനൊരു കറണ്ട് റിലേറ്റഡ് ടോപ്പിക് ഉൾപ്പെടുത്തി പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു പോകുന്നത്. ഇനി അടുത്തത് PV നരസിംഹറാവു, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. 1991 to 1996 ഹി വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അല്ലേ. ദെൻ നെക്സ്റ്റ് ചൗധരി ചരൺ സിംഗ്, ദെൻ കർപ്പൂരി താക്കൂർ, LK അദ്വാനി. ഇത്രയും പേർക്കായിരുന്നു 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. ഇവിടുന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ ഈ 4 പേരുടെ പേര് കൊടുത്തിട്ട് 3 പേരുടെ പേര് കൊടുത്തിട്ട് ഒരാളുടെ കൊടുക്കാതെ ഇതിലാർക്കാണ് കിട്ടാത്തതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ MS സ്വാമിനാഥനെ പറ്റിയിട്ട് ഒരു 4 ഫാക്റ്റ് തന്നിട്ട് അതിൽ ശരിയല്ലാത്തത് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ PSC ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് ഇത് പഠിച്ചു വെക്കുക. ഇപ്പോൾ ഈ 5 പേരുടെ കാര്യം ഓർക്കുക. 2024 ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായവരായിരുന്നു ഈ 5 പേരും. ഓക്കെ, ഇപ്പോൾ ചെറിയ ക്ലാസ് ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഠിക്കുക. താങ്ക് യു.